ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടേബിൾ ഫാനാണ്. ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തൊരു സ്പീഡ് കൺട്രോളിംഗ് സ്വിച്ച് വെക്കാൻ പറ്റില്ലെന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ലീഫിന് മുന്നേ വരുന്ന സേഫ്റ്റി കാർ ഊരിയെടുക്കാം. അടുത്ത് നമുക്ക് ഫാനിൻ്റെ ലീഫ് കൂടി ഊരിയെടുക്കാം. ഇതേ നിറയെ പൊടിയായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ താഴത്തെ സ്റ്റാൻഡോട് ഊരിയെടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ടർപ്പൻ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്പീഡ് കൺട്രോളിംഗ് സ്വിച്ച് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ദാണ്ട് ഇതുപോലത്തെ ഡിമ്മറാണ്. നമ്മുടെ സാധാരണ സീലിംഗ് ഫാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഇതേ ഷേപ്പിൽ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതിനകത്തെ കമ്പോണന്റ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇങ്ങനെ താഴോട്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിനകത്ത് ഊരി മാറ്റാം. അപ്പോൾ ഈ കപ്പാസിറ്റർ നമ്മൾ ഇതിനകത്ത് ഊരി മാറ്റി നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ലെഗ് മാറിപ്പോയിരിക്കാൻ വേണ്ടി നമുക്ക് മാർക്ക് ചെയ്തിടാം. ഇനി ഈ കപ്പാസിറ്റർ നമുക്ക് സോൾഡറിങ്ങിൻ്റെ സഹായത്തോടെ ഇതിനകത്ത് ഊരി മാറ്റാം. ഇനി ഈ കപ്പാസിറ്റർ നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാൻ പാകത്തിന് ഒരു ഹോൾട്ട് എടുക്കാം. ഇനി നമ്മൾ ഊരിയെടുത്ത കപ്പാസിറ്റർ നമ്മൾ ശകലം വയറിൻ്റെ സഹായത്തോടെ നീളം കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെടുത്ത കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡിമ്മർ നമ്മൾ സ്റ്റാൻഡിൽ ഉണ്ടാക്കിയെടുത്ത ഹോളിനകത്തോട്ട് വെച്ചിട്ട് വീണ്ടും സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ക്യാപ്പോട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫാനിൻ്റെ ലീഫൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫാനിൻ്റെ ബാക്കിയുള്ള പാർട്സും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഈ സ്റ്റാൻഡിൽ ഇത് കണക്ക് 2 ഹോളിലൂടെ ഇട്ടെടുക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റാൻഡിലിട്ട് നമുക്ക് പഴയ കണക്ക് തന്നെ സ്ക്രൂ ഇട്ട് ഈ ഫാനിനെ ഉറപ്പിച്ചെടുക്കാം. ഇനി ഫാനിൻ്റെ വയർ കട്ട് ചെയ്ത് നമ്മളിട്ട് ഹോളിൽ കൂടെ പുറത്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത വയറിൻ്റെ ബാക്കി ഭാഗത്തോടെ നമ്മൾ അടുത്ത ഹോളിൽ കൂടെ കപ്പാസിറ്ററിൻ്റെ ഭാഗത്തോട്ട് എടുക്കാം. എന്നിട്ട് ഇപ്പോൾ എടുത്ത വയറിന് നമുക്കൊരു കെട്ടുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വയറിന് പുറത്തുള്ള ഇൻസുലേഷൻ മാറ്റി വയർ മാത്രമായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് AC ഇൻപുട്ടിൽ നിന്ന് വരുന്ന വയറും അതുകൊണ്ട് മോട്ടറിലോട്ട് വന്നൊരു വയറും തമ്മിൽ കണക്ട് ചെയ്യാം. കണക്ഷൻ നല്ല സ്ട്രോങ് ആകാൻ വേണ്ടി നമുക്ക് സോൾഡറോട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ലതായിട്ട് ഇൻസുലേഷൻ ഇട്ടെടുക്കാം. അടുത്ത നമുക്ക് AC ഇൻപുട്ടിൽ നിന്ന് വരുന്ന അടുത്ത വയറും അതുകൊണ്ട് തന്നെ ഡിമ്മറിൽ നിന്ന് വരുന്ന ഒരു വയറൂടെ കണക്ട് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഡിമ്മറിൽ നിന്ന് പോകുന്നൊരു വയറും മോട്ടറിൽ നിന്നൊരു വയറും തമ്മിൽ കണക്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഴയ കണക്ക് ഫാനിൻ്റെ ലീഫും ലീഫ് കവറൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഫാൻ ഒരു പ്ലഗിലിട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഡിമ്മറിൽ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിൽ ഒരു ഓഫ് സ്വിച്ച് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കറങ്ങാത്തത്. പിന്നെ ഇത് കറങ്ങുന്ന സ്പീഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇതിലൊരു വൈറ്റ് ടേപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്നോരം ഇടാം. സോറി, തിരിഞ്ഞു പോയി. നമുക്ക് ഫസ്റ്റ് ഇടാം. ഫസ്റ്റാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, കണ്ടില്ലേ? ഈ ഒരു നോർമൽ സ്പീഡിലാണ് ഫസ്റ്റ് കറങ്ങുന്നത്. സെക്കൻഡ് എത്തുമ്പോൾ ഒരു ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. തേർഡ്, ഫോർത്ത്, ഇതാണ് എൻ്റെ ടോപ്പ് സ്പീഡ്. ഫിഫ്ത്ത് ഓഫാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പീഡ് കൺട്രോൾ വരാത്ത ഫാനിലൊക്കെ സ്പീഡ് കൺട്രോൾ ആഡ് ചെയ്യാൻ പറ്റും.